ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂമറോളജി പ്രകാരം ജന്മസംഖ്യ പറയും ദാരിദ്ര്യമോ നേട്ടമോ എന്ന്. ശരിയാണോ? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കൂ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്നവർ നിരവധിയാണ്. എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ജനനസംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെയും രഹസ്യം മനസ്സിലാക്കാൻ പലരും ആഗ്രഹിക്കുന്നു. ഇതിൽ സമ്പത്തും വിജയവും മാത്രമല്ല, ജീവിതത്തിൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എന്നാൽ എല്ലാവരുടെയും ജന്മസംഖ്യ അനുസരിച്ച് ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ഇതിൽ ജ്യോതിഷവശാൽ അറിയപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ന്യൂമറോളജി പ്രകാരമുള്ള ഇത്തരം കാര്യങ്ങൾ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നതിനും വേണ്ടി ചില കാര്യങ്ങളുണ്ട്. സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ജന്മസംഖ്യ കണ്ടെത്തൽ. വേദസംഖ്യാശാസ്ത്രം അനുസരിച്ച് ഓരോ വ്യക്തിക്കും 3 സംഖ്യകളുണ്ട്. ജനനം, വിധി, പേര് എന്നിവയാണ് ഇതിലൂടെ കണക്കാക്കുന്നത്. ജനനസംഖ്യയാണ് ആ വ്യക്തി ജനിച്ച മാസത്തിലെ മുഴുവൻ ദിവസവും ഉപയോഗിച്ച് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് 23 മെയ് 2 + 3 = 5. ഇതാണ് നിങ്ങളുടെ ജന്മസംഖ്യ. ഇത് നോക്കി നമുക്ക് ഓരോ ആളുകളുടെയും സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വേദസംഖ്യാശാസ്ത്രം. അംഗശാസ്ത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ വേദസംഖ്യാശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ ജന്മസംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള ചില പരിഹാരങ്ങൾ നമുക്ക് നോക്കാം. ഈ അറിവ് നിങ്ങളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനത്തിന് സഹായിക്കുകയും ചെയ്യും. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1. ഏതെങ്കിലും മാസത്തിലെ നിങ്ങളുടെ ജനന തീയതി ഇനി പറയുന്ന തീയതികളിൽ വരുന്നുണ്ടെങ്കിൽ 1, 10, 19, 28, അപ്പോൾ നിങ്ങളുടെ ജന്മസംഖ്യ 1 എന്ന് കണക്കാക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ നിങ്ങളെ എളുപ്പത്തിൽ ബാധിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്നതിന് നിങ്ങൾ ഞായറാഴ്ചകളിൽ മധുരം ഇഷ്ടദേവന് നേദിക്കണം. ജീവിത വിജയത്തിനായി മാണിക്യരത്നം ധരിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമാണ്. നമ്പർ 2. ഏത് മാസത്തിലും 2, 11, 20, 29 തീയതികളിൽ ജനിച്ച ആളുകൾക്ക് അവരുടെ ജന്മസംഖ്യ 2 ആണ്. തിങ്കളാഴ്ച ഉപവസിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് സാധ്യമല്ലെങ്കിൽ ഈ ദിവസം ഉപ്പ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. മുത്ത് അല്ലെങ്കിൽ ചന്ദ്രകാന്തം ധരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ കൊണ്ടുവരുന്നു. ജനന നമ്പർ 3. ഇനി പറയുന്ന 3, 12, 21, 30 എന്നീ തീയതികളിൽ നിങ്ങൾ ജനിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജനന നമ്പർ 3 ആയിരിക്കും. വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. വ്യാഴാഴ്ച ബൃഹസ്പതി ഭഗവാനെ ആരാധിക്കുകയും ചെയ്യേണ്ടതാണ്. പുഷ്യരാഗം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. നമ്പർ 4. 4 എന്ന തീയതിയിൽ ജനിച്ചവർ ഗണേശ ഭഗവാനെ പൂജിക്കുന്നത് നല്ലതാണ്. ഇവർക്ക് ജെം സ്റ്റോൺ ധരിക്കാം. 4, 13, 22, 31 തീയതികളിൽ ജനിച്ചവർ 4 എന്ന നമ്പറിൽ പെടുന്നു. നമ്പർ 5. ഏതൊരു മാസത്തിലും 5, 14, 23 തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 5 ആണ്. ഇവർ പശുവിന് പുല്ല് നൽകുന്നത് നല്ലതാണ്. ഗണേശ മന്ത്രം ജപിക്കുന്നത് ജീവിതത്തിൽ വിജയം കൊണ്ടെത്തിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യരത്നം മരതകമാണ്. ഇത് ധരിക്കാവുന്നതാണ്. നമ്പർ 6. 6, 15, 24 ജനന തീയതി ഉള്ളവരുടെ ജന്മസംഖ്യ 6 ആണ്. വ്യാഴാഴ്ചകളിൽ മധുരമുള്ളതോ പഞ്ചസാര കലർന്നതോ ആയ ഭക്ഷണം നേദിക്കണം. ലക്ഷ്മി മന്ത്രം വായിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ഭാഗ്യം രത്നം വൈഡൂര്യമാണ്. നമ്പർ 7. 7, 25, 16 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 7. 7 എന്ന തീയതിയിൽ ജനിച്ചവർ ശിവനെ ആരാധിക്കുക. നായയ്ക്ക് ധാന്യം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം നൽകുക.
ഇവർ പുഷ്യരാഗം ധരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് സാമ്പത്തിക നേട്ടം വർദ്ധിപ്പിക്കുന്നു. 8, 17, 26 തീയതികളിൽ ജനിച്ചവരുടെ നമ്പർ 8 ആണ്. ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു നെയ് വിളക്ക് കത്തിക്കാവുന്നതാണ്. ശനിദേവനെ ധൂപവർഗങ്ങളാൽ ആരാധിക്കുക. മദ്യവും മാംസാഹാരവും കഴിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ഭാഗ്യരത്നം ഇന്ദ്രനീലമാണ്. നമ്പർ 9. നിങ്ങളുടെ ജന്മതീയതി 9, 18 അല്ലെങ്കിൽ 27 ആണെങ്കിൽ നിങ്ങളുടെ ജന്മസംഖ്യ 9 ആണ്. എല്ലാ ചൊവ്വാഴ്ചയും ഹനുമാൻ ചാലീസ മതപരമായും ഭക്തിയോടും ആരാധിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു. പവിഴം ധരിക്കുന്നത് നമ്മുടെ സാമ്പത്തിക വിജയത്തിന് ഗുണം ചെയ്യും. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.